ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തെരച്ചിൽ മൂന്നാം ദിവസമാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ സംഗതികൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ 6:30യോടുകൂടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ സംഘവും നാവികസേനാ സംഘത്തിനോടൊപ്പം തെരച്ചിലുണ്ട്. സോണാർ ഉപയോഗിച്ച് ടണലിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിനകം തന്നെ. അതിനുശേഷമാണ് തെരച്ചിൽ ആരംഭിച്ചത്. എത്ര ഇരുട്ടിലും ഈ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സോണാർ ക്യാമറ എന്നുള്ളത് അറിയാം. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള ടണലിലാണ് നാവികസേനാ സംഘം ഇപ്പോൾ പരിശോധന തുടരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് അതിൻ്റെ തയ്യാറെടുപ്പുകളുടെ ദൃശ്യങ്ങൾ കൂടി കാണാം പ്രേക്ഷകർക്കായി. എന്താണ് MG മിഥുനാണ് ചേരുന്നത്. മിഥുൻ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? രഞ്ജിത്ത്, ഇപ്പോൾ ഈ നേവി സംഘം ഇപ്പോൾ ഇതിനകത്തേക്ക് പരിശോധനയ്ക്കായി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്കൂബ ടീം ഇറങ്ങി പരിശോധന നടത്തിയ മേഖലയിൽ കൂടിയാണ് ഇപ്പോൾ നേവി സംഘം ഇറക്കി അവർ പരിശോധന നടത്താൻ പോകുന്നത്. ഒപ്പം തന്നെ നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും പക്ഷെ അതിനകത്തും തന്നെ ഒരു യാതൊരുവിധ സൂചന നൽകുന്ന ഒരു പ്രതീക്ഷയും നൽകുന്ന തരത്തിലുള്ള ഒരു ചിത്രങ്ങളോ അതിനകത്ത് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നേവി സംഘം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ആ ഒരു മാൻഹോളിലേക്കും പരിശോധന നടത്തുകയാണ്. അതിനുശേഷം മറ്റു നടപടികൾ തീരുമാനിക്കാമെന്നാണ് അധികൃതരുമായി കൂടിയാലോചനയ്ക്ക് ശേഷം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ NDRFന്റെ നേതൃത്വത്തിൽ അപ്പുറത്ത് മറുവശത്ത് പമ്പ് ചെയ്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാനുള്ള ഒരു നീക്കമുണ്ട്. ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോഴും സജ്ജമാണ്. അവർ രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ മറുവശത്തുകൂടി ഒരിക്കൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവസാനവട്ട ചർച്ച ഈ ഒരു കണ്ടെത്താൻ അവസാനവട്ട തെരച്ചിൽ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ അധികൃതരുടെ തീരുമാനം. എന്തായാലും സാധ്യമായ എല്ലാ സേവനങ്ങളും ഏകദേശം 3 ദിവസത്തോളമാകുന്നു. 44 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു ഉദ്യമം ആരംഭിച്ചിട്ട്. അതിനിടയിൽ നിന്നും തന്നെ ജോയിയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ മാലിന്യം നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. മാലിന്യം കെട്ടി കൂടിക്കിടക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിന്റെ കൂടിയാലോചനകൾ നടത്തിയത്. രാത്രിയോടുകൂടിയാണ് നേവി സംഘം എത്തുകയും ചെയ്തത്. എന്തായാലും തുടർ നടപടി എന്ന രീതിയിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ജോയിയെ ഈ 117 മീറ്റർ നീളത്തിലുള്ള ആ ടണലിനകത്ത് തന്നെ ജോയി ഉണ്ട് എങ്കിൽ ജോയിയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാനാകും അതെല്ലാം തന്നെ ചെയ്യാൻ സന്നദ്ധമാണെന്നാണ് കോർപ്പറേഷനും ഒപ്പം തന്നെ സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റു വാദപ്രതിവാദങ്ങൾ പുറത്തു നടക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ആദ്യം ഈ ജോയി എന്ത് പറ്റി, അദ്ദേഹത്തെ കണ്ടെത്താനാകുന്നില്ല, എങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്തും എന്നടക്കമുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇനി ഉള്ള മണിക്കൂറുകളിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്തെത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ ടീമിന്റെ പരിശോധനയും ഒപ്പം തന്നെ നേവി സംഘത്തിന്റെ പരിശോധനയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നേവി സംഘവും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഏതായാലും ജോയിയെ കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ അധികാരികളുള്ളത് എന്ന് മനസ്സിലാക്കണം. മിഥുൻ, അവിടെ ഈ പറഞ്ഞതുപോലെ സോണാർ ക്യാമറയുടെ സഹായം തേടുന്നുണ്ട്. ചില ടണലുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 5 ടണ്ണോളം മാലിന്യമാണ് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന്, ഈ മാലിന്യ കുളത്തിൽ നിന്ന് മാറ്റിയത് എന്നുള്ളതാണ്. മാലിന്യം തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്നും മാലിന്യങ്ങൾ നീക്കുന്നതിനാണോ പ്രാധാന്യം നൽകുന്നത്? തീർച്ചയായും നിശ്ചിത. കാരണം മാലിന്യം നീക്കിയാൽ മാത്രമേ അകത്തേക്കുള്ള പ്രവേശിക്കാനാകൂ. ഒപ്പം തന്നെ ജോയി എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ മാലിന്യത്തിന് അടിയിലെങ്ങാനും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാകൂ. കഴിഞ്ഞ ദിവസം ഈ 5 ടൺ എന്ന് പറയുന്നത് അതിൽ വളരെ കുറച്ച് മാത്രം മാലിന്യം മാത്രമാണ് അത്രയും എന്ന് പറയുന്നത്. കാരണം അത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാത്രം നീക്കം ചെയ്തതാണ്. അതിനകത്തേക്കുള്ള മാലിന്യമൊന്നും തന്നെ ഇതുവരെയും നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിലും എത്രയോ ഇരട്ടി ഈ ടണലിനകത്ത് മാലിന്യം നിറഞ്ഞിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്കൂബ ടീം അവിടെ പരിശോധന നടത്തിയ ശേഷം തിരികെ വരുമ്പോൾ പറയുന്നത്. അവർക്ക് പോലും വലിയ രീതിയിൽ ശ്വാസം മുട്ടുന്ന തരത്തിലകത്തേക്ക് ഓക്സിജന്റെ ലഭ്യതക്കുറവുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ നേരം നിർത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. 40 അടി വരെ മാത്രമേ ആദ്യം മുന്നോട്ട് പോകാൻ സാധിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലൂടെ, അതായത് ഒറ്റ സ്വിച്ചിൽ ഒരേ രീതിയിൽ തന്നെ ഒരേ സൈഡിൽ കൂടി തന്നെ അകത്തേക്ക് പ്രവേശിക്കാനാകുന്നില്ല മുഴുവൻ പ്രദേശങ്ങളിലേക്കും എന്നുള്ളതാണ്. ഈ മാൻഹോളിലൂടെയാണ് 3ാം പ്ലാറ്റ്ഫോമിലെയും 5ാം പ്ലാറ്റ്ഫോമിലെയും മാൻഹോളുകൾ വഴിയാണ് പിന്നീട് ഈ സ്കൂബ ടീം ഇറങ്ങി പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും അവിടെയും കണ്ടെത്താൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് രാവിലെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വടങ്ങൾ വലിച്ചുകൊണ്ട് അകത്തേക്ക് ആളുകൾ പ്രവേശിച്ച് ഈ മാലിന്യം കെട്ടിവലിച്ച് പുറത്തിറക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഹൈ പവർ ഉള്ള പമ്പുകൾ എത്തിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷം പമ്പ് ചെയ്തുകൊണ്ട് മാലിന്യങ്ങൾ പുറത്തു കളയാനുള്ളൊരു നീക്കം കൂടി നടത്തും. അത് എത്രത്തോളം ഫലവത്താവും എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു മാൻഹോൾ കേന്ദ്രീകരിച്ച് വെള്ളം അടിച്ച് പുറത്തേക്ക് കളയാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും തന്നെ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. വിഫലമായി പോകുന്നതാണ് കാണാൻ സാധിച്ചത്. റോബോട്ടിക് സംവിധാനവും അതിന്റെ സേവനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിലും വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ മാലിന്യങ്ങൾ പുറത്തെത്തിക്കുന്നതിന് വലിയ രീതിയിൽ കാലതാമസം എടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ വളരെ കുറച്ച് മാലിന്യങ്ങൾ മാത്രമാണ് ഈ ഒരു റോബോട്ടിക് സംവിധാനത്തിലൂടെ പുറത്തെത്തിക്കാൻ സാധിക്കുകയും ചെയ്തത്. അത് വലിയ തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ റെസ്ക്യൂ ടീമിന്റെ എല്ലാം തന്നെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും തെരച്ചിൽ തുടരുകയാണ്. മഴ പെയ്യുന്നുണ്ട്. മഴ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യം കൂടി അവർ നോക്കിക്കാണുന്നുണ്ട്. കൂടാതെ അകത്ത് വെള്ളത്തിന്റെ തോത് വളരെ കുറവാണ്. മാലിന്യവും ചെളിയും മാത്രം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി വരുന്നത് നല്ലതാണ്. പുറത്തേക്ക് മാലിന്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ ആ സമയത്ത് ഒരു പക്ഷേ ഇവയെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. രഞ്ജിത്ത, അതാണ് സാഹചര്യം. ഏതായാലും പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും ശ്രമകരമാണ് ദൗത്യം. ജോയിക്കായുള്ള തിരച്ചിൽ 3-ാം ദിവസവും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടം ഇനിയെങ്കിലും നമ്മുടെ കണ്ണു തുറപ്പിക്കണം. അധികാരികളുടെ ബന്ധപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കണം. ഈ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഒരു മാലിന്യ കൂമ്പാരത്തിനിടയിലാണ് ജോയി എന്ന ഈ കരാർ ജീവനക്കാരൻ കുടുങ്ങിയത്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാകുക എന്നതിലാണ് ഒരു പ്രശ്നം നിൽക്കുന്നത്. 3-ാം ദിവസമാണ് ഇപ്പോൾ ഈ തെരച്ചിലും മറ്റു കാര്യങ്ങളും മറ്റും തുടരുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.